ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. നമുക്കിന്നൊരു സ്പെഷ്യൽ ന്യൂ ഇയർ റൈസ് ഉണ്ടാക്കിയാലോ? അതിനായിട്ട് 2 ടീസ്പൂൺ നെയ്യ് ഒരു കുക്കറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ടീസ്പൂൺ നല്ലെണ്ണയാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത്, അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഏലക്ക, ഗ്രാമ്പു, പട്ട, ബേ ലീഫ്, തക്കോലം, ഇത്രയും ഐറ്റംസ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂക്കണ വരെ ഇളക്കി കൊടുക്കണം. ഇത് നല്ലെണ്ണ ഒഴിച്ചിട്ട് നല്ലതാണ്. ഞാൻ ഇത് ഉണ്ടാക്കി നോക്കി, ഞാൻ വെറുതെ ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ടാണ്. അപ്പോൾ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ഈ നല്ലെണ്ണ ഒഴിച്ചിട്ട്. ഈ നെയ്യും നല്ലെണ്ണ കൂടി മിക്സ് ചെയ്ത് ഒഴിക്കുമ്പോൾ നമുക്ക് സൺഫ്ലവർ ഓയിലിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇതേമാതിരി നന്നായി ഇതാക്കി കൊടുത്തിട്ട് നമ്മൾ ഇഞ്ചിയും പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി, 1/2 ടീസ്പൂൺ വെളുത്തുള്ളിയാണ് ഇപ്പം ഞാൻ ചതച്ചിട്ട് കൊടുത്തത്. അതും ഒന്ന് പച്ചമണം വരുന്ന വരെ വഴറ്റിയിട്ട് മീഡിയം 2 സവോളയാണ് ഇട്ട് കൊടുത്തത്. അതും ഇതുപോലെ ഒന്ന് ട്രാൻസ്പെറൻ്റ് ആയിട്ട് വരുന്ന വരെ മാത്രം ഒന്ന് വഴറ്റിയാൽ മതി. ഇതിലേക്ക് ഞാൻ ഒരു കഷ്ണം പൈനാപ്പിളും അതുപോലെ ഒരു ക്യാരറ്റും മുറിക്കിയതും ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അത് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. പൈനാപ്പിളും ഇതുപോലെ ക്യാരറ്റൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ റൈസ് കാണാനും ഒരു ഭംഗിയാണ്, അതുപോലെ ഭയങ്കര ടേസ്റ്റുമാണ്. ഇതും അതുപോലെ തന്നെ ഒന്നിങ്ങനെ വഴറ്റി കൊടുക്കുക. വഴറ്റി കൊടുക്കുമ്പോൾ നമ്മൾ കുറച്ച് കിസ്മിസ്, ഒരു 10 മതി, 10 കിസ്മിസും ഇതിൻ്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് വഴറ്റുന്നുണ്ട്. കുറച്ച് കിസ്മിസ് നമ്മൾ വറുക്കാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ ഞാനിപ്പോൾ കുറച്ച് കിസ്മിസ് ഇട്ടിട്ട് വഴറ്റുന്നുണ്ട്. പിന്നെ ഞാനിതിലേക്ക് എടുക്കുന്ന അരി ജീരകശാല ചെറുമണിയാണ് എടുക്കുന്നത്. അതൊരു 2 ഗ്ലാസ്സാണ് എടുക്കുന്നത്. അത് വെള്ളത്തിലിട്ട് കുതിർത്ത് ഒരു അരമണിക്കൂർ കുതിർത്ത് വാലാൻ വെച്ചിട്ട് നന്നായി വാലാൻ വെച്ചിട്ട് അതാണ് ഇപ്പം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. 2 കപ്പ് അരിഞ്ഞ 2 കപ്പ് വെള്ളം മാത്രം ഒഴിക്കുള്ളൂ. കാരണം എന്താ വെച്ചാൽ 4 ഗ്ലാസ് വെള്ളം മാത്രം ഒഴിച്ചാൽ മതി. ഇത് ചെറിയ പണിയായ കാരണം അത് മതിയാവും അത് വേവാനായിട്ട്, അല്ലെങ്കിൽ വേവ് വല്ലാണ്ട് കൂടി പോകും. ഇത് നമ്മൾ കുക്കറിലാണ് ബിരിയാണി ഈ റൈസ് വയ്ക്കുന്നത്. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ കറക്റ്റ് വെള്ളം വെക്കണം. ഇത് നന്നായിട്ട്, ഇതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇത് 2-3 മിനിറ്റ് ഇത് മിക്സിയിലെടുത്തിട്ട് ഇങ്ങനെ നന്നായി ഫ്രൈ ആവട്ടെ. അപ്പോൾ ഇത് വെന്തിങ്ങനെ ഒടയില്ല, കാരണം ഒരു ചോറ് ഒട്ടാണ്ട് നമുക്ക് കിട്ടും. ഇനി ഞാൻ ഈ തിളപ്പിച്ച വെള്ളം ഇതിലേക്ക് ഒഴിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പിട്ടിട്ട്, ഉപ്പിടുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളത്തിൽ ഒരു സ്വല്പം ഉപ്പ് കൂടുതൽ നിൽക്കണം, എന്നാലേ അരിയിൽ കറക്റ്റ് ഉപ്പ് വരുള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചെയ്യണത് ഒരു കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു ചെറുനാരങ്ങ നീരും ഒരു തുള്ളി നമുക്ക് എസൻസ് ആണ് ഒഴിക്കുന്നത്. അത് നിങ്ങൾക്ക് ഏത് എസൻസ് വേണമെങ്കിൽ ഒഴിക്കാം. ഞാനിപ്പോൾ ഇവിടെ പൈനാപ്പിളാണ് ചേർത്തിരിക്കുന്നത്. ഇനി എസൻസ് വേണ്ടാത്തവരാണെങ്കിൽ അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. ഇപ്പം നമ്മൾ കുക്കർ അടച്ചു വെച്ചിട്ട് അത് ഒറ്റ ഫിസില് വിളിപ്പിച്ചിട്ട് അങ്ങനെ ഗ്യാസ് ഓഫ് ചെയ്ത് വെക്കുക. ആ സമയം കൊണ്ട് നമുക്ക് സബോള വഴറ്റാനും അണ്ടിപ്പരിപ്പ് മുന്തിരിയൊക്കെ വറുത്ത് വെക്കാനുള്ള സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് അണ്ടിപ്പരിപ്പും സബോളയും മുന്തിരിയൊക്കെ ഇട്ട് കൊടുക്കുക. കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കുക. അതുപോലെ 1 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ എടുത്തിട്ട് ഇതുപോലെ സെർവ് ചെയ്യാം വേറൊരു പാത്രത്തിലേക്ക്. അതുപോലെ തന്നെ ഈ ബീഫ് വരട്ടിയതും കൂടിയിട്ട് കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വിഭവമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.